എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ബൈസെക്ടേഴ്സ് ആണല്ലേ. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ടോപ്പിക്ക് പഠിച്ചിരുന്നു അല്ലേ, റോംബസസ് പഠിച്ചില്ലേ. അപ്പോൾ അതിലെ പോയിൻറ്റ്സ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് ആക്കിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ റോംബസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ഞാൻ റോംബസസിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് റോംബസ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ പോയിൻറ്റ്സ് മാത്രം ഞാൻ എടുത്തെഴുതിയതാണിത്. അപ്പോൾ നമുക്കതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കിയേ, ഇൻ എനി റോംബസ് ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. ഒരു റോംബസ് ആവണമെങ്കിൽ എന്തായിരിക്കണം, ആ റോംബസിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഏകദേശം ഓർമ്മയില്ലേ. ഈ റോംബസ് അല്ലേ ഒരു ക്വാഡ്രിലാറ്ററൽ പോലെയാണ് അല്ലേ, ക്വാഡ്രിലാറ്ററാണ്, 4 സൈഡ് ഉണ്ടാവും. ആ 4 സൈഡിൽ ഇതിൻ്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. എന്നുവെച്ചാൽ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ഇത്, അതുപോലെ തന്നെ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ഇത്. അതായത് ABCD എന്ന് കൊടുക്കുകയാണെങ്കിൽ ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് CD, CDയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് AB. അങ്ങനെ പരസ്പരം അവർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിട്ടുള്ള ഏതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്താലും അതെന്തായിരിക്കും, അത് റോംബസ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ദെൻ ദ ക്വാഡ്രിലാറ്ററൽ ഈസ് എ റോംബസ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതായത് ഏതൊരു ക്വാഡ്രിലാറ്ററൽ എടുത്താലും, ഒരു ക്വാഡ്രിലാറ്ററൽ നമ്മൾ എടുക്കുക, അതിൻ്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, ABക്ക് CD പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുക, CDയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആവുക AB, അങ്ങനെ അവർ പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ ആ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു റോംബസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ട് അത് റോംബസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അവരെന്തായിരിക്കും, അതൊരു റോംബസ് ആയിരിക്കും, ആ ക്വാഡ്രിലാറ്ററൽ ഒരു റോംബസ് ആയിരിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താ, എ പാരലലോഗ്രാം വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത്. അതായത് ഒരു പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താ നമുക്കറിയാം അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആൻഡ് ഈക്വൽ ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു പാരലലോഗ്രാം വരച്ചിട്ട് എല്ലാ സൈഡുകളും, ഈ 4 സൈഡുകളും എന്താവുകയാണ്, ഈ 4 സൈഡുകളും ഈക്വൽ ആണെങ്കിൽ, സെയിം ലെങ്ത് ആണെങ്കിൽ അതൊരു റോംബസ് ആയിരിക്കും. ഓക്കെ, എന്താണ് കണ്ടീഷൻ, പാരലലോഗ്രാം ആവാന്ന് പറഞ്ഞ എന്താണ്, എല്ലാ സൈഡുകളും 4 സൈഡുകളും എന്താവണം, സെയിം ലെങ്ത് ആവണം. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് പാരലലായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സ്. ഈ 4 സൈഡുകളും സെയിം ലെങ്ത് ആയിട്ടുള്ള പാരലലോഗ്രാം ആണെങ്കിൽ അതൊരു റോംബസ് ആയിരിക്കും. അപ്പോൾ ഒരു പാരലലോഗ്രാം തന്നിട്ട് റോംബസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആ പാരലലോഗ്രാമിൻ്റെ 4 സൈഡും ഈക്വൽ ആണോ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കതൊരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇനി അടുത്തത്, all 4 right angle triangle making up rhombus become isosceles and so the angle at each vertex become 90 degree. This makes the rhombus a square. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എപ്പോഴാണ് ഒരു റോംബസ് സ്ക്വയർ ആവുകയെന്ന്. എന്നുവെച്ചാൽ അതിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആവുക. അതായത് 2 ഡയഗണലും ഒരേ ലെങ്ത് ആണെങ്കിൽ, ഇപ്പോൾ ACയുടെ ലെങ്ത്തും BDയുടെ ലെങ്ത്തും സെയിം ലെങ്ത് ആണെങ്കിൽ അതൊരു റോംബസ് ആവും, ആ റോംബസ് ഒരു സ്ക്വയർ ആവും. അപ്പോൾ അതിന് ഇവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു 4 എന്ത് കാണാം, 1 2 3 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് കാണാമല്ലോ. കാരണം ഇതിൻ്റെ ഓരോ ആംഗിളും 90 ആണ്, അതുകൊണ്ട് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ് അല്ലേ. അതായത് AOB, അതുപോലെ COB, COD, DOA, ഈ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഈ ഐസോസിലസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഐസോസിലസ് ആയാൽ, ഐസോസിലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ 2 സൈഡുകൾ, ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡുകൾ ഈക്വൽ ആവുക. അതുപോലെ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതും ഈക്വൽ ആവുക. 2 സൈഡുകൾ അല്ലേ, ഈ 2 സൈഡ് ഈക്വലായ ട്രയാങ്കിൾ, ഇപ്പോൾ ഇത് ഐസോസിലസ് ആവും. അതുപോലെ ഈ ട്രയാങ്കിളിനെ നോക്കുകയാണെങ്കിലോ, CODനെ നോക്കുകയാണെങ്കിൽ OCയും ODയും ഈക്വൽ ആവുക. ഇനി AOD നോക്കുകയാണെങ്കിൽ AOയും ODയും ഈക്വൽ ആവുക. ഉണ്ടോ, അതിൻ്റെ അർത്ഥം എന്താ, ഈ ഡയഗണൽസ് ഈക്വൽ ആണെന്നാണ്. അതുകൊണ്ടല്ലേ ഈ ലെങ്ത് ഒക്കെ ഈക്വൽ ആവുന്നത്. അപ്പോൾ ഡയഗണൽസ് ഈക്വൽ ആവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഈ 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസും എന്താവുക, ഐസോസിലസ് ആവുക. ഐസോസിലസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, ആ 2 സൈഡുകൾ ഈക്വൽ ആവുക അല്ലേ. അപ്പോൾ ഈ 2 സൈഡുകൾ ഈക്വൽ ആവുക, ഇത് 2 ഈക്വൽ ആവുക, ഇത് 2 ഈക്വൽ ആവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു
ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? ഒരു റോംബസ് ആയിരിക്കും. അതിന് ഒരു പ്രൂഫ് എന്താണ്? ഈ ഓരോ ആംഗിളും എന്തായിരിക്കും? 90 ആയിരിക്കും. അതാണ് പറയുന്നത് ഈച്ച് വെർട്ടെക്സ് ബിക്കം 90 ഡിഗ്രി. ഇതാണ് വെർട്ടെക്സ് അല്ലേ? ഈ വെർട്ടെക്സ് ഒക്കെ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലും അതൊരു റോംബസും ആണ്, അതൊരു സ്ക്വയറും ആയിരിക്കും. ആ റോംബസ് ഒരു സ്ക്വയർ ആയിരിക്കും, കാരണം അതിൻ്റെ എന്താണ്? ഡയഗണൽസ് ഈക്വൽ ലെങ്ത്തിലായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ആ റോംബസിനെ ഒരു സ്ക്വയർ എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് റോംബസിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ടത്. എന്തെങ്കിലും പ്രൂവ് ചെയ്യാനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് ഓർത്ത് വെച്ചാൽ പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 111 വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് നമ്മളിന്ന് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 111 വരുന്ന സെക്കൻഡ് പ്രോബ്ലമാണ്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ് അല്ലേ? നമ്മൾ കുറച്ച് ഫിഗേഴ്സ്, നമ്മൾ റോംബസുകൾ വരച്ചിരുന്നു. അവർ നമുക്ക് എന്താണ് ഡയഗണൽസിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ട് നമ്മളതിൻ്റെ റോംബസുകൾ വരച്ചിരുന്നു അല്ലേ? അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് പ്രോബ്ലം. ഇനി സെക്കൻഡ് പ്രോബ്ലം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ദ പിക്ചർ ഷോസ് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എ റെക്റ്റാങ്കിൾ. അതായത് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ? ഈ റെക്റ്റാങ്കിളിന് ഞാൻ ABCD എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡ് പോയിൻറ്റ്സിനെ നമുക്കത് ഇത് ഈ ABയുടെ മിഡ് പോയിൻ്റ് അല്ലേ ഇത്? നടുക്ക് വരുന്ന പോയിൻ്റ്, അതായത് ABയുടെ മിഡ് പോയിൻ്റാണ് ഇത്. അതിന് ഞാൻ P എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് DC എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് ഇത് അല്ലേ? അതിന് ഞാൻ R എന്ന് കൊടുക്കാം. ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റോ BCയുടെ അത് Q എന്ന് കൊടുക്കാം. ഇനി ഇതോ ADയുടെ മിഡ് പോയിൻ്റാണ് ഇത് അല്ലേ? അതിന് ഞാൻ S എന്ന് കൊടുക്കാം. അപ്പോൾ PQRS കണ്ടോ? അപ്പോൾ ആ മിഡ് പോയിൻറ്റുകൾ, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റുകൾ ജോയിൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? PQRS എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായാലും നിങ്ങൾക്ക്? ABCD എന്ന് പറഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ ഓരോ സൈഡിൻ്റെ മിഡ് പോയിൻറ്റുകൾ കണക്ട് ചെയ്ത് വരച്ചപ്പോൾ കിട്ടിയതാണ് എന്ത്? ഈ PQRS എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററൽ നമുക്ക് എങ്ങനെ കിട്ടിയതാണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് വരച്ചിട്ട് കിട്ടിയതാണ്. അതാണ് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആർ ദ ഡയഗണൽസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം അല്ലേ? എന്താ ഡയഗണൽ എന്ന് പറഞ്ഞാൽ? ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? നമുക്ക് വരയ്ക്കാം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കാം അല്ലേ? എസ്സും ക്യൂവും തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു ഡയഗണലായി. ഇനി അടുത്ത ഡയഗണൽ എങ്ങനെയാണ് കിട്ടുന്നത്? പിയും ആറും തമ്മിൽ യോജിപ്പിക്കാം, അടുത്ത ഡയഗണൽ കിട്ടും അല്ലേ? അപ്പോൾ ഈ രണ്ട് ഡയഗണൽ ഇത് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിന് നമുക്ക് O എന്ന് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് ഡയഗണൽ എന്താണെന്ന് ചോദിക്കണേ? ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിളിന് പാരലൽ ആണോ എന്ന് ചോദിക്കാം. അതായത് PR എന്ന് പറയുന്ന ഈ ഡയഗണൽ ADക്ക് പാരലലാണോ? കണ്ടോ? AD അല്ലേ ഇവിടുത്തെ സൈഡ്? നോക്കിയേ, ഈ PR എന്ന് പറയുന്ന ലൈന് ADയും പാരലലാണോ? അതുപോലെ PR BCക്ക് പാരലലാണോ? അതുപോലെ ഈ ഡയഗണൽ SQ എന്ന് പറയുന്ന ഡയഗണൽ ABക്ക് പാരലലാണോ DCക്ക് പാരലലാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ആണെങ്കിൽ എന്തുകൊണ്ട്? വൈ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്ന ഈ PR എന്ന് പറയുന്നത് ഈ ഡയഗണൽ അല്ലേ? PR എന്ന് പറയുന്ന ഡയഗണൽ ADക്കും BCക്കും പാരലലാണോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ ഈ ഡയഗണൽ SQ അല്ലേ? SQ എന്ന് പറയുന്ന ഈ ഞാൻ പെൻസിൽ വെച്ചിട്ടുള്ള ഈ ഡയഗണൽ ഈ വര ABക്കും DCക്കും പാരലലാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈസ് ദിസ് ക്വാഡ്രിലാറ്ററൽ എ റോംബസ്? നമ്മൾ ഈ വരച്ചിരിക്കുന്ന PQRS എന്ന് പറയുന്ന ഈ PQRS ക്വാഡ്രിലാറ്ററൽ ഉണ്ടല്ലോ, അതൊരു റോംബസ് ആണോ എന്നും കൂടെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ആണെങ്കിൽ എന്തുകൊണ്ട്? ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിതിൽ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഡയഗണൽസ് ഈ സൈഡുകൾക്ക് പാരലലാണോ നോക്കാം. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ, ഇതിൽ ഈ ABCD എന്ന് പറയുന്ന
ഈ റെക്റ്റാങ്കിൾ അല്ലേ, എ ബി സി ഡി എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൽ നമ്മൾ എന്ത് വരച്ചു? പി ക്യു എസ് ക്യു എന്ന് പറയുന്ന 2 ഡയഗണൽ വരച്ചിട്ടുണ്ട് അല്ലേ. അതായത് നമ്മുടെ ഈ റോംബസിൻ്റെ ഡയഗണൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾ നോക്കിയേ, 8 ഈക്വൽ ട്രയാങ്കിളുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 2 3 4 5 6 7 8 കണ്ടോ? ഈ 8 ട്രയാങ്കിൾ ഈക്വലായിട്ട് നമുക്ക് ഈക്വലായിട്ടുള്ള ഒരു 8 ട്രയാങ്കിളായിട്ട് അതിനെ കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് ഈ ഡയഗണൽസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ. അതായത് നമ്മുടെ ഈ റെക്റ്റാങ്കിളും ഈ ക്വാഡ്രിലാറ്ററലും അതുപോലെ ഈ ഡയഗണലും ചേർന്ന് വരുമ്പോൾ നമുക്ക് 8 ഈക്വൽ ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഈ ഡയഗണൽ പി ആർ ആൻഡ് ക്യു എസ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? മിഡ് പോയിൻറ്റുകളല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് എ ഡിയുടെ മിഡ് പോയിൻറ്റിനെയും എ ബിയുടെ മിഡ് പോയിൻറ്റിനെയും ബി സിയുടെ മിഡ് പോയിൻറ്റിനെയും ഡി സിയുടെ മിഡ് പോയിൻറ്റിനെയും ഒക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ഈ റെക്റ്റാങ്കിൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം. എന്തെഴുതാം നമുക്ക്? അതായത് പി ആർ ആൻഡ് QS connect the midpoints of sides of the rectangle. അല്ലേ, ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡുകളുടെ മിഡ് പോയിൻറ്റുകൾ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? നമുക്ക് ഈ പി ആർ എന്ന് പറയുന്നതും ക്യു എസ് എന്ന് പറയുന്നതായിട്ടുള്ള ഡയഗണൽസ് കിട്ടിയിരിക്കുന്നത്. അവരുടെ മിഡ് പോയിൻറ്റുകളെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ, ഈ പി ആർ എന്ന് പറയുന്ന ഈ ഡയഗണൽ ഈ എ ബിയുടെ മിഡ് പോയിൻറ്റിനെയും ഡി സിയുടെ മിഡ് പോയിൻറ്റിനെയും അല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ പി ആർ എന്ന് പറയുന്നത് നോക്കൂ, പി എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിൻ്റാണ്, ഇതുപോലെ ആർ എന്ന് പറയുന്നത് ഡി സിയുടെ മിഡ് പോയിൻ്റാണ്. അപ്പോൾ നമുക്കത് എന്തെഴുതാം? പി ആർ കണക്ട് ദ midpoints of P and R of sides ഏതൊക്കെ സൈഡുകളുടെയാ? എ ബി ആൻഡ് ഡി സി അല്ലേ, ഡി സി. അങ്ങനെ എഴുതി കൂടെ, എ ബി ആൻഡ് ഡി സി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബിയുടെയും ഡി സിയുടെയും മിഡ് പോയിൻറ്റുകളെയാണ് നമ്മൾ പി ആറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഡയഗണൽ അതുകൊണ്ട് തന്നെ എ ഡിക്കും ബി സിക്കും പാരലലാണെന്ന് നമുക്ക് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെഴുതും? ദിസ് മേക്കിംഗ് ദിസ് ഡയഗണൽ പാരലൽ ടു സൈഡ്സ്. ഏതൊക്കെ സൈഡിനാ? അതായത് ഇതിൻ്റെ മിഡ് പോയിൻറ്റുകളെ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ 2 സൈഡിനും അത് പാരലലായിരിക്കും. പാരലൽ ടു സൈഡ്സ് എ ഡി ആൻഡ് ബി സി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്കറിയാം, പി ആറും ക്യു എസും എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റുകളെ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലെങ്കിൽ ഡയഗണൽസ് ആണ് അല്ലേ. ഈ ഡയഗണൽസ് ആണ് ആര്? പി ആറും ക്യു എസും ഈ റെക്റ്റാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സുകളെ കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പി ആർ എന്ന് പറയുന്ന ഡയഗണൽ പി എന്ന് പറയുന്ന പോയിന്റ് എ ബിയുടെ മിഡ് പോയിൻറ്റും ആർ എന്ന് പറയുന്നത് ഡി സിയുടെ മിഡ് പോയിൻ്റാണ്. അതായത് പി ആർ കണക്ട് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് പി ആൻഡ് ആർ ഓഫ് സൈഡ്സ് എ ബി ആൻഡ് ഡി സി. ഓക്കെ, അതുകൊണ്ട് തന്നെ ദിസ് മേക്കിംഗ് ദിസ് പി ആർ പാരലൽ ടു എ ഡി ആൻഡ് ബി സി. മിഡ് പോയിൻ്റ് കണക്ട് ചെയ്ത് വരച്ചത് കൊണ്ട് തന്നെ അതെന്തായിരിക്കും? ആ ഒരു പി ആർ എന്ന് പറയുന്ന ഡയഗണൽ ബി സിക്കും അതുപോലെ എ ഡിക്കും പാരലലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് എസ് ക്യൂവിൻ്റെ കാര്യം എഴുതാം. എങ്ങനെ എഴുതാം എസ് ക്യൂവിൻ്റെ കാര്യം? ഈ പി ആറിന് പകരം എസ് ക്യൂ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്താ? എസ് ക്യൂ കണക്ട് ആരെയാണ്? എസ് ക്യൂ കണക്ട് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് എസ് ആൻഡ് ക്യൂ ഓഫ് ആരൊക്കെയാണ്? എസ് എന്ന് പറയുന്നത് എ ഡിയുടെ മിഡ് പോയിൻറ്റ്, ക്യൂ എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? എ ഡി ആൻഡ് ബി സി അല്ലേ. എസ് എന്ന് പറയുന്നത് എ ഡിയുടെ മിഡ് പോയിൻ്റാണ്, ക്യൂ എന്ന് പറയുന്നത് ബി സിയുടെയും മിഡ് പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് നമുക്ക് എഴുതാം? മേക്കിംഗ് ദിസ് ഡയഗണൽ പാരലൽ ടു, അത് മിഡ് പോയിൻറ്റുകൾ അറ്റ് വെച്ചതുകൊണ്ട് ഈ ലൈൻ എന്തിന് പാരലലായിരിക്കും? എ ബിക്കും ഡി സിക്കും പാരലലായിരിക്കും. പാരലൽ ടു എ ബി സൈഡ്സ് എ ബി ആൻഡ് ഡി സി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ എന്താണ്? ഈ ഡയഗണൽ ഈ 2 സൈഡിനും പാരലലാണ്. ക്യു എസ് എന്ന് പറയുന്ന ഡയഗണൽ എ ബി ഡി സി എന്ന് പറയുന്ന 2 സൈഡുകൾക്കും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയഗണൽ മൊത്തം ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡുകൾക്ക് പാരലല്ലേ. അപ്പം അതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം.
സോ PR ആൻഡ് QS എന്താണ്? ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ PQRS അല്ലേ? PR ആൻഡ് QS ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ PQRS. ഇതെന്താ? ഡയഗണൽസ് ആണ് അല്ലേ? ഡയഗണൽസ് എന്ന് എഴുതാം. ഡയഗണൽസ് PR ആൻഡ് QS ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ PQRS എന്താണ്? ആർ പാരലൽ ടു ആർക്ക് പാരലലാണ്? സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഓക്കെ, സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കാര്യം നമ്മൾ പ്രൂവ് ചെയ്തു. ഒന്നുമില്ല, നമ്മൾ PR എന്താണെന്ന് പറയുന്നു? ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന ഡയഗണലാണ്, അതായത് ABDയും DCDയും. അതുകൊണ്ട് തന്നെ ഈ PR ADക്കും BCക്കും പാരലായിരിക്കും എന്ന് എഴുതി. അതുപോലെ തന്നെ QS എന്താണ്? ADയുടെയും അതുപോലെ തന്നെ BCയുടെയും മിഡ് പോയിൻറ്റുകൾ കണക്ട് ചെയ്ത് വരച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ലൈൻ നമുക്ക് ABയുടെയും DCക്കും പാരലാണെന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ടോട്ടലി PR ആൻഡ് QS ദ ഡയഗണൽസ് ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ PQRS എന്താണ്? പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിന് പാരലാണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് എന്താണ് പറയേണ്ടത്? ഈസ് ദിസ് ക്വാഡ്രിലാറ്ററൽ എ റോംബസ്? വൈ? ഇതൊരു റോംബസ് ആണോ എന്നാണ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റിൽ നമ്മളൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് ഏതെങ്കിലും ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണെങ്കിൽ അതൊരു റോംബസ് ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഈ PQRS എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ഈ ബൈസെക്ടേഴ്സ് മീൻസ് ഈ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് അല്ലേ? അതുകൊണ്ട് എന്തായിരിക്കും? റോംബസ് ആയിരിക്കും. അപ്പോൾ നമ്മളത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ ഉത്തരമായിട്ട് നമുക്ക് എഴുതാം PQRS ഈസ് എ റോംബസ് ആണ്. എന്താ കാരണം? ദ ഡയഗണൽസ് PR ആൻഡ് QS ഓഫ് ക്വാഡ്രിലാറ്ററൽ PQRS. ഈ PQRS എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഡയഗണൽസ് ആയിട്ടുള്ള ഈ PRും QSും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണ്. ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. അതുകൊണ്ടാണിത് റോംബസ് ആയത്. നമ്മൾ പറഞ്ഞു ഏതൊരു ക്വാഡ്രിലാറ്ററിൻ്റെയും ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ എന്തായിരിക്കും? റോംബസ് ആയിരിക്കും. അപ്പോൾ അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു പോയിൻറ്റും കൂടെ എഴുതാം. ഇതിലെ എല്ലാ സൈഡും ഈക്വലുമാണ്. മനസ്സിലായോ? എന്താണ്? ഈ ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ്. എല്ലാ സൈഡും ഈക്വലായിട്ടുള്ള ക്വാഡ്രിലാറ്ററൽ റോംബസ് അല്ലേ? അതും കൂടെ വേണമെങ്കിൽ, ആ പോയിൻറ്റും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓൾ സൈഡ്സ് ഓഫ് the quadrilateral PQRS are same. ഓക്കെ, ഓൾ സൈഡ്സ് സെയിം ലെങ്ത് ആണ്. സെയിം ലെങ്ത് എന്ന് എഴുതാം. ഓക്കെ, ഓൾ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ PQRS സെയിം ലെങ്ത് ആണ്. അതുപോലെ ഇതിൻ്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതറും ആണ്. അതുകൊണ്ട് ആ കാരണം കൊണ്ട് നമുക്കതൊരു റോംബസ് ആണെന്ന് എഴുതാനും പറ്റും. മനസ്സിലായല്ലോ? അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ റോംബസ് വിത്ത് ഡയഗണൽ 6.5 cm ആൻഡ് 4.5 cm. അപ്പോൾ ഇവിടെ നമുക്കൊരു റോംബസ് വരയ്ക്കണം. അതിൻ്റെ ഡയഗണൽസ് തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഡയഗണൽസ് തന്നിട്ട് റോംബസ് ഒക്കെ വരച്ചതാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 2.5 ഉള്ള നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവിടെ നമുക്ക് 4.5 കൂടെ വരുമ്പോൾ അതിൻ്റെ പകുതി നമുക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഇതിൽ റോംബസ് നമ്മൾ ഡയഗണൽസ് ഇത് രണ്ടുമാണ് വരയ്ക്കുന്നത്. ഡയഗണൽസ് നമുക്ക് എത്രയാണ്? ഒന്ന് 6.5ഉം ഒന്ന് 4.5ഉം. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 6.5 താഴെ വരയ്ക്കാം. 6.5 എടുത്ത് വരയ്ക്കാം. ഓക്കെ, 6.5 വരച്ചു. ഇനി എന്ത് ചെയ്യാം? അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം അല്ലേ? ഇതിനെ നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ റോംബസ് അല്ലേ വരയ്ക്കുന്നത്. ഇനി ഇതിൽ പകുതിയിൽ കൂടുതൽ ലെങ്ത്ത് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറ്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക അല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മളിങ്ങനെ വരയ്ക്കാറ്. പകുതിയിൽ കൂടുതൽ ലെങ്ത്ത് നമ്മൾ കോമ്പസിൽ എടുക്കുന്നു.
മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുന്നു, താഴത്തേക്കും ഒരു ആർക്ക് കൊടുക്കുക. ഇനി അതന്നെ നമ്മൾ സെയിം ലെങ്ത് തന്നെ മാറ്റാതെ നമ്മൾ ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുക്കുന്നു, താഴേക്കും ഒരു ആർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മളിത് ജോയിൻ ചെയ്യാം അല്ലേ. പെർപെൻഡിക്കുലർ ബൈസെക്ടറൊക്കെ നമ്മൾ ഒരുപാട് വരച്ച കാരണം ഇനി വീണ്ടും നമുക്കത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഞാനിവിടെ വരച്ചു. അപ്പോൾ 6.5 ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഡയഗണൽ AB എന്ന് പറയുന്ന ഡയഗണൽ 6.5 ആണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്മയാണ് നമ്മുടെ അടുത്ത ഡയഗണൽ വരേണ്ടത് അല്ലേ. ഈ ബൈസെക്ടറുമ്പോൾ നമുക്ക് അടുത്ത ഡയഗണൽ എത്ര വരച്ചെടുക്കണം? 4.5 വരച്ചെടുക്കണം. പക്ഷേ നമുക്ക് ഈ 4.5നെ നമുക്ക് മെഷർ ചെയ്തിട്ടൊന്നും വരയ്ക്കാൻ പറ്റില്ലല്ലോ. നേരത്തെയൊക്കെ നമുക്ക് 4 സെൻറ്റിമീറ്റർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ നടുക്കിലത്തെ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിരുന്നു? പകുതി എടുത്തിട്ട് വരച്ചിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് പറ്റില്ല, നമുക്ക് പകുതി എടുക്കാനായിട്ട് 4.5 ആണ്. 4.5ൻ്റെ പകുതി വരെ 2.25 ആണ് അല്ലേ. ഈ 2.25നെ നമുക്ക് സ്കെയിലെടുത്തിട്ട് വരയ്ക്കാൻ പറ്റില്ലല്ലോ. മുകളിലേക്കും താഴേക്കും മെഷർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിലേക്ക് ഉള്ള ലൈൻ ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഇത്തിരി കൂടെ വലുതാക്കി കുറച്ചുകൂടെ ലെങ്ത്ത് കൂട്ടി വരയ്ക്കാം. എന്നിട്ട് ഈ ലൈൻ Oയിൽ നിന്നും മുകളിലേക്ക് പോകുന്ന ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ 4.5 സെൻറ്റിമീറ്റർ എടുക്കാം. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? 4.5 സെൻറ്റിമീറ്റർ എടുക്കാം. അപ്പോൾ നമ്മൾ 4.5 എടുക്കുമ്പോൾ 4.5 എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് എനിക്ക് വരുന്നത് 4.5 വരുന്നത്. ഇനി താഴത്തേക്കും നമ്മൾ 4.5 തന്നെ എടുക്കാം. താഴേക്കും 4.5 എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് എന്ത് കിട്ടി? ഇത് 4.5 ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. രണ്ടും 4.5 എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് 4.5 രണ്ടും കൂടി വേണ്ട ആവശ്യമില്ല അല്ലേ, ഇതിൻ്റെ പകുതി മതി. അപ്പോൾ ഒരു കാര്യം ചെയ്തൂടെ, ഈ 4.5ൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ പോരെ നമുക്ക്. അപ്പോൾ അതിനെ പകുതിയാക്കി കിട്ടുമല്ലോ, 2.25 ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സിന് ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ അല്ലേ. ഈ പോയിൻ്റ് ഇതും ഇവിടെ നിന്ന് ഈ O തൊട്ട് ഈ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് 4.5. അതുപോലെ ഈ Oയും ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് 4.5. ഇനി അത് നമ്മൾ കോമ്പസിലെടുക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ പകുതിയിൽ, ആ ലെങ്ത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്താൽ മതി. ഓക്കെ, ഇത്ര അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ മുകളിലേക്കും താഴേക്കും മാർക്ക് കൊടുക്കുക. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ ഉണ്ടല്ലോ, അതായത് O തൊട്ട് ഇപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത പോയിൻ്റ് ഇല്ലേ, 4.5 ലെങ്ത്ത് എടുത്തിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ടില്ലേ, ആ ലെങ്ത്ത്, അതായത് ആ 4.5 ലെങ്ത്ത് വരുന്ന ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് നമ്മൾ വരയ്ക്കണത്. അതായത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചല്ലോ ഇത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ലൈനിൻ്റെ പകുതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ലൈനിൻ്റെ പകുതി എന്താ? 2.25. അതുപോലെ ഇവിടെയും നമ്മളൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. അപ്പോൾ അവിടെയും നമുക്കൊരു 2.25 വരും. അത് തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. അല്ലാതെ നമുക്ക് ഈ 2.25 കിട്ടാനായിട്ട് വേറെ മാർഗ്ഗമില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 4.25 തന്നെ രണ്ട് സൈഡിലേക്കും 4.5 തന്നെ ഇവിടേക്കും വരയ്ക്കും, 4.5 തന്നെ ഇവിടേക്കും വരയ്ക്കും. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് അതിനെ പകുതിയാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഈ 4.5ൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത്ത് എടുത്തിട്ട് എന്ത് ചെയ്തു? മുകളിലേക്കും താഴേക്കും ഒരു ആർക്ക് കൊടുത്തു അല്ലേ. അതായത് ഇപ്പോൾ ഇവിടെ കുത്തിയിട്ട് ഞാനിപ്പോൾ ഇവിടേക്ക് ഒരു ആർക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവിടേക്കും ഒരു ആർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെയല്ലേ നമ്മൾ കുത്തി വരച്ചത്, ഇനി ഇവിടെ ഇതല്ലേ 4.5ൻ്റെ അടുത്ത എൻഡ്, അവിടെ വെച്ചിട്ട് ഇതിന് മുകളിലേക്കൊരു ആർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ഇവിടേക്ക് താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക. ഒന്നുമില്ല, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു നമ്മൾ ഈ ലൈനിൻ്റെ വരച്ച പോലെ, അത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് ഈ ലൈനിൻ്റെ ആണെന്ന് മാത്രം, ഈ 4.5 ലെങ്ത്ത് എടുത്തതിൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ ഇവിടെ 2 പോയിൻറ്റുകളിൽ കൂട്ടിമുട്ടിയില്ലോ. അപ്പോൾ എവിടെയാണ് കൂട്ടിമുട്ടിയത്? ഇവിടെയും കിട്ടി. 2 പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ലൈനിൻ്റെ, അതായത് ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഇപ്പോൾ നമ്മളിവിടെ വരച്ചത്. അപ്പോൾ ഈ ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ഈ 4.5 മെഷർ ചെയ്തത് ഈ ഡോട്ട് മുതൽ ഈ ഡോട്ട് വരെയുള്ളത്, അതല്ലേ 4.5, അതിൻ്റെ പകുതി ആയിട്ടുണ്ടാവും അല്ലേ ഇപ്പോൾ. അതായത് ഇത് എത്രയായിട്ടുണ്ടാവും? ഇത് 2.25 ആയിട്ടുണ്ടാവും, ഇതും 2.25 ആയിട്ടുണ്ടാവും ഇല്ലേ.
അപ്പോൾ ഇതും 2.5 ആയി, ഇതും 2.25 ആയി. ഇനി ഇവിടെ നമ്മൾ ചെയ്ത അതേ കാര്യം തന്നെ ഈ താഴെയും ചെയ്യാം. കാരണം നമ്മൾ ഇവിടെ തൊട്ട് ഈ പോയിന്റ് വരെ 4.5 എടുത്തിരിക്കുന്നത്. നമുക്ക് അത്ര വേണ്ട, നമുക്ക് 2.25 ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്ക് 2.25 കിട്ടണം. അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. ഏത് ലൈൻ്റെയാണ്? ഈ ഡോട്ട് തൊട്ട് ഈ O വരെ. ഇതാണ് 4.5 നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ലെങ്ത്ത് അല്ലേ. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ ഈ ലെങ്ത്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്താൽ മതി. പകുതിയിൽ കൂടുതൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ വരെ എടുക്കുക അല്ലേ. പകുതിയിൽ കൂടുതൽ എടുത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഒരു ആർക്ക് കൊടുക്കുക, താഴത്തേക്ക് ഒരു ആർക്ക് കൊടുക്കുക. ഇതേപോലെ തന്നെ ഈ പോയിന്റിൽ കുത്തിയിട്ട് അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ്, ഇതൊരു പോയിന്റ് അല്ലേ. ഇനി ഇവിടെ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടൊരു ആർക്ക് കൊടുക്കുക, അതുപോലെ താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക. ഇത് കൂട്ടിമുട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് ആർക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ കൂട്ടിമുട്ടിക്കോളും. ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത എന്താണ്, ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഓക്കെ. അപ്പോൾ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ കിട്ടിയ രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെയും നമ്മൾ യോജിപ്പിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ താഴത്തെ ഈ ലൈനിന്മേലുള്ള ഈ ലൈനിന്മേലുള്ള എന്ത് കിട്ടി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ ഇത് 2.25ഉം ഇത് 2.25 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ ചെയ്തത് AB എന്ന് പറയുന്ന ലൈൻ 6.5 വരച്ചു. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി ആ പെർപെൻഡിക്കുലർ ബൈസെക്ടറുമേ നമുക്ക് 4.5 ആണ് വരയ്ക്കേണ്ടത്. പക്ഷേ 4.5 നമ്മൾ നേരത്തെയൊക്കെ വരച്ചപ്പോൾ എന്താ ചെയ്തത്, ഇവിടെ നമുക്ക് 4.5 ഒന്നും ആയിരുന്നില്ല. നേരത്തെ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് 4 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ഒക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 4ൻ്റെ പകുതി 2 സെൻറ്റിമീറ്റർ, 6ൻ്റെ പകുതി നമുക്ക് 3 സെൻറ്റിമീറ്റർ ഒക്കെ സ്കെയിലിൽ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്നെടുക്കാൻ പറ്റിയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് 4.5ൻ്റെ പകുതി 2.25 വരിക. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2.25 സ്കെയിലിൽ അളന്നെടുക്കാൻ പറ്റില്ല. കാരണം 0.25 നമ്മുടെ സ്കെയിലിൽ കിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ലെങ്ത്ത് മുഴുവനായിട്ട് ഇങ്ങോട്ട് അളന്ന് വരച്ചു. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ഞാൻ 4.5 വരച്ചു. അതുപോലെ തന്നെ ഇവിടം തൊട്ട് താഴേക്കും ഞാൻ 4.5 മെഷർ ചെയ്തു. എന്നിട്ട് ആ ലൈൻ എന്ന് പറയുന്നത് അതായത് ഈ ഡിസ്റ്റൻസ് അല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ 4.5 ഞാൻ വരച്ചു, താഴേക്കും 4.5 വരച്ചു. എന്നിട്ട് ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അതെങ്ങനെ വരയ്ക്കുക, ഇതിൻ്റെ പകുതിയെ കൂടുതൽ നീളം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വരച്ച പോലെ തന്നെ ഇങ്ങോട്ട് വരയ്ക്കണമെന്നേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ തിരിച്ച് വെക്കുകയാണെങ്കിൽ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു, അതുപോലെ ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ കിട്ടി. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ, ഇതിപ്പോൾ 2 ഈക്വൽ പീസായപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2.25 താഴെയും കിട്ടി മുകളിലും കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട പോയിൻ്റ് ഏതാണിതിൽ, ഇവിടം വരെ 2.25, അതായത് ഈ O തൊട്ട് ഇവിടം വരെ നമുക്ക് എന്ത് കിട്ടി, 2.25. അപ്പോൾ നമുക്കതിനെ C എന്ന് കൊടുക്കാം ആ പോയിൻ്റ്. അതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 2.25 അല്ലേ, അതിന് നമുക്ക് എന്ത് കൊടുക്കാം, D എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ഈ റോംബസ് ഏതാണ്, ഇത് യോജിപ്പിച്ചാൽ കിട്ടും. Aയും Bയും ഈ Cയും Dയും കൂടെ യോജിപ്പിച്ചാൽ മതി. നോക്കിയേ നിങ്ങൾ, Aയും Dയും കൂടെ യോജിപ്പിക്കുക, അതുപോലെ Bയും Dയും കൂടെ യോജിപ്പിക്കുക, 4 പോയിൻറ്റ്സും യോജിപ്പിക്കുക. അതുപോലെ Cയും Bയും, അതുപോലെ Aയും Cയും നമ്മൾ യോജിപ്പിച്ചു. ഓക്കെ. അപ്പോൾ നോക്കിയാൽ നമുക്ക് റോംബസ് കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡയഗണൽ എത്രയാണ്, 6.5. ഈ ഒരു ഡയഗണൽ എത്രയാണ്, ഇത് 2.25ഉം ഇവിടെ നിന്ന് ഇവിടെ വരെ 2.25. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇത് മൊത്തം എത്രയായി, ഇപ്പോൾ 4.5 ആയി അല്ലേ. അപ്പോൾ ഈ ഡയഗണൽ നമുക്ക് 4.5ഉം കിട്ടി, താഴത്തെ 6.5ഉം കിട്ടി. മനസ്സിലായോ നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇതിൽ ഈ ഒരു കാര്യം മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. അതായത് ഇവിടെയും കൂടെ ഇപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ. കാരണം ഈ ഒരു മെഷർമെൻറ്റിനെ നമുക്ക് പകുതിയാക്കി സ്കെയിലിൽ ഇവിടെ മുകളിലേക്കും താഴേക്കും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യണത്. മനസ്സിലായില്ലേ.